തെർമൽ എഞ്ചിനീയറിംഗിലെ ഡീസൽ സൈക്കിളിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഡീസൽ സൈക്കിളിലെ പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡീസൽ സൈക്കിളിലെ പ്രോസസ്സ്, ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡീഷനാണ്. ഓട്ടോ സൈക്കിൾ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് അഡീഷൻ ആയിരുന്നു. അത് ഡീസൽ സൈക്കിൾ ആയപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷറായി. ദെൻ അവിടുത്തെ എക്സ്പാൻഷൻ പ്രോസസ്സും കംപ്രഷൻ പ്രോസസ്സും നമ്മുടെ ഓട്ടോ സൈക്കിൾ പോലെ തന്നെയാണ്. 2 to 3 എന്ന് പറഞ്ഞാൽ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. അതേപോലെ തന്നെ 3 to 4 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ ആണ്. ഓട്ടോ സൈക്കിളിൽ അതേ ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സ് തന്നെയാണ് ഡീസൽ സൈക്കിളിലും ഫോളോ ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അഡിയാബാറ്റിക് കംപ്രഷൻ ആണ്. അപ്പോൾ അതിൻ്റെ PV ഡയഗ്രമാണ് ഇവിടെ, പ്രഷർ വോളിയം ഡയഗ്രമാണ് കാണിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ 1 to 2 പ്രോസസ്സിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ കോൺസ്റ്റൻറ്റ് പ്രഷർ P1 ഈക്വൽ ടു P2 ആണ്. P1 ഈക്വൽ ടു P2. P1 ഈസ് ഈക്വൽ ടു P2. ഓക്കെ, ഇനി 2 to 3 എന്ന് പറഞ്ഞാൽ അഡിയാബാറ്റിക് പ്രോസസ്സാണ്. അഡിയാബാറ്റിക് പ്രോസസ്സിന് മറ്റൊരു പേരാണ് ഐസെൻട്രോപിക് പ്രോസസ്സ്. അത് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. ഇവിടെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ 1 to 2 ആണ് ഹീറ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട് T2 ആയിരിക്കും ഇവിടുത്തെ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഈ സൈക്കിളിലെ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ T2 ആയിരിക്കും. ഓക്കെ, അതായത് നമ്മൾ 1 to 2 ആണ് ഹീറ്റ് ആഡ് ചെയ്യുന്നത്. ഹീറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് അവിടുത്തെ ടെമ്പറേച്ചർ മാക്സിമൈസ് ചെയ്യുന്നത്. ഓക്കെ, മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T2 ആയിരിക്കും. ദെൻ എക്സ്പാൻഡ് ചെയ്യാണ്, ഐസെൻട്രോപ്പിക്കലി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യും, വോളിയം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദെൻ 3 to 4 എന്ന് പറഞ്ഞ പ്രോസസ്സ് ഐസോകോറിക് ആണ്. ഐസോകോറിക് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വോളിയം ആണ്. ഓട്ടോ സൈക്കിളിലും ഹീറ്റ് റിജക്ഷൻ ഐസോകോറിക് ആണ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വോളിയം ആണ്. 3 to 4 കോൺസ്റ്റൻറ്റ് വോളിയം. ഓക്കെ, ഇവിടെ വോളിയത്തിന് ചേഞ്ച് ഉണ്ടാവില്ല. ദെൻ 4 to 1 എന്ന് പറഞ്ഞാൽ ഐസെൻട്രോപിക് പ്രോസസ്സാണ്. ഓക്കെ, ഐസെൻട്രോപിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡിയാബാറ്റിക് പ്രോസസ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ TS ഡയഗ്രാമാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, TS ഡയഗ്രാമാണ് കാണിക്കുന്നത്. 1 to 2 പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. 2 to 3 എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയ പ്രോസസ്സ് ആയതുകൊണ്ടാണ് ഇവിടെ കാണിച്ചത്. ഇവിടെ എൻട്രോപ്പി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, എൻട്രോപ്പി വാല്യൂവിന് ചേഞ്ച് ഉണ്ടാവില്ല. ദെൻ 3 to 4 അഗൈൻ നമ്മൾ പറഞ്ഞു കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്. കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ് 3 to 4 എന്ന് പറയുന്നത്. ദെൻ പിന്നെ ഉള്ളത് 4 to 1 അഗെയിൻ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയ പ്രോസസ്സാണ്, അഡിയാബാറ്റിക് പ്രോസസ്സാണ്. അതുകൊണ്ടാണ് അവിടെ എൻട്രോപ്പി ആക്സിസിന് ചേഞ്ച് വരാത്തത്. ഫോർ ടു വൺ എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണ്. ദെൻ ഇനി നമ്മൾ പറയുന്നത് ഈ ഡീസൽ സൈക്കിളിലെ ഓരോ പ്രോസസ്സിലും ഹീറ്റ് സപ്ലൈഡ് എത്രയാണ്. ഇവിടുത്തെ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് 1 to 2 പ്രോസസ്സാണ് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത്. ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്. അതുകൊണ്ട് ഹീറ്റ് സപ്ലൈഡ് എന്ന് പറഞ്ഞാൽ MCP T2 - T1 ആയിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. 2 to 3 എന്ന് പറഞ്ഞാൽ ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. ഐസെൻട്രോപ്പിക് പ്രോസസ്സിലെ ഒരു ടെമ്പറേച്ചർ പ്രഷർ വോളിയം റിലേഷനാണ് നമ്മളിവിടെ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T3/T2 ഈസ് ഈക്വൽ ടു P3/P2 ഓൾ റേസ് ടു ഗാമ -1/ഗാമ. അത് ഏതിനോട് ഈക്വൽ ആണ്? ടെമ്പറേച്ചർ റേഷ്യോ ഇൻ ടേംസ് ഓഫ് വോളിയം റേഷ്യോ V2/V3. T3/T2 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? V2/V3 ഓൾ റേസ് ടു ഗാമ -1 വരും. ഓക്കെ, ഇനി 3 to 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സാണ്. കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സ് 3 to 4 ആണ്. സോ ഇവിടെ കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് ഹീറ്റ് റിജക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് MCV T3 - T4 ആയിരിക്കും ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയുന്നത്. എഗെയിൻ 4 to 1 എന്ന് പറയുന്നത് ഐസെൻട്രോപിക് പ്രോസസ്സാണ്. അവിടെ ടെമ്പറേച്ചർ റേഷ്യോക്കുള്ള റിലേഷൻ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 2 to 3 പറഞ്ഞതുപോലെ തന്നെ ഒരു ടെമ്പറേച്ചർ റേഷ്യോ, പ്രഷർ ആൻഡ് വോളിയം റിലേഷൻ ഇങ്ങനെ ഉണ്ടാവും. T4/T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P4/P1 ഓൾ റേസ് ടു ഗാമ -1/ഗാമ വിച്ച് ഈസ് ഈക്വൽ ടു V1/V4 ഓൾ റേസ് ടു ഗാമ -1. ഇനി നമ്മൾ ഡീസൽ സൈക്കിളിൻ്റെ എഫിഷ്യൻസിയെ കുറിച്ചാണ് പറയുന്നത്. efficiency eta is equal to 1 minus rho raised to gamma -1 divided by gamma into r raised to gamma -1 into rho -1.
അപ്പോൾ നമുക്കിവിടെ അറിയാൻ പാടാത്ത രണ്ട് ടേംസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കംപ്രഷൻ റേഷ്യോ. ആർ എന്ന് പറയുന്നത് കംപ്രഷൻ റേഷ്യോ ആണ്. കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ടോട്ടൽ വോളിയം, ഒരു സിലിണ്ടറിൻ്റെ ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം. ഓക്കെ, എന്താണ് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്? ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് V4 ആണ്. ഓക്കെ, ഒരു സിലിണ്ടർ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇവിടം വരെയുള്ള വോളിയമാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ വോളിയം. ഓക്കെ, ടോട്ടൽ വോളിയം, TV, ടോട്ടൽ വോളിയം. ഇതെന്ന് പറയുന്നത് ക്ലിയറൻസ് വോളിയമാണ്. V1 എന്ന് പറയുന്നത് ക്ലിയറൻസ് വോളിയമാണ്. ക്ലിയറൻസ് വോളിയം VC എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, ക്ലിയറൻസ് വോളിയം. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ വോളിയം ബൈ ക്ലിയറൻസ് വോളിയത്തിനാണ് നമ്മൾ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡീസൽ എഞ്ചിൻ്റെ കേസിൽ നമ്മൾ മറ്റൊരു ടേമും കൂടെ ഡിഫൈൻ ചെയ്യും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് കട്ട് ഓഫ് റേഷ്യോ. കട്ട് ഓഫ് റേഷ്യോ ഡിഫൈൻഡ് ബൈ റോ. കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത് V2 ബൈ V1 ആണ്. കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത് V2 ബൈ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 2 പ്രോസസ്. നമുക്കറിയാം ഡീസൽ എഞ്ചിനിലെ ഹീറ്റ് അഡീഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് 1 to 2 ആണ്. അത് കോൺസ്റ്റന്റ് പ്രഷറിലാണ്. എങ്ങനെയാണ് ഡീസൽ എഞ്ചിനിൽ നമ്മൾ ഫ്യൂവൽ ഹീറ്റ് ആഡ് ചെയ്യുന്നത്? ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടാണ്. പോയിന്റ് 1ലാണ് നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക, പോയിന്റ് 2വിൽ നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ഷൻ കട്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത്. V2 ബൈ V1 നമ്മൾ കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗാമ എന്താണെന്ന് നമുക്കറിയാം. ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡിയാബാറ്റിക് ഇൻഡെക്സ് ആണ്. ഗാമ എന്ന് പറയുന്നത് അഡിയാബാറ്റിക് ഇൻഡെക്സ് ആണ്. ഗാമ ഈസ് ഈക്വൽ ടു CP ബൈ CV ആണ്. റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഡിവൈഡഡ് ബൈ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. CP ബൈ CVക്കാണ് നമ്മൾ ഗാമ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡീസൽ സൈക്കിളിനെ കുറിച്ച് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സൈക്കിളിലേക്ക് നീങ്ങുകയാണ്, ഡ്യുവൽ സൈക്കിൾ. നമ്മൾ ഇതുവരെ പറഞ്ഞ കാർനോട്ട് സൈക്കിള്, ഓട്ടോ സൈക്കിള്, ഡീസൽ സൈക്കിള്, ഈ 3 സൈക്കിളുകൾക്കും 4 പ്രോസസ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഡ്യുവൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 5 പ്രോസസ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഡ്യുവൽ സൈക്കിൾ വരുന്ന പ്രോസസ്സ്. നമ്മൾ ഡ്യുവൽ സൈക്കിളിൽ ഹീറ്റ് അഡീഷൻ പ്രോസസ്സിന് രണ്ട് ഹീറ്റ് അഡീഷൻ പ്രോസസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഒന്ന്, ആദ്യമേ നമ്മൾ 1 to 2 എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ഹീറ്റ് ആദ്യമേ കോൺസ്റ്റന്റ് വോളിയത്തിൽ നമുക്ക് ഹീറ്റ് ആഡ് ചെയ്യുന്നു. 2 to 3 പ്രോസസ്സിൽ കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റ് ആഡ് ചെയ്യുന്നു. 3 to 4 പ്രോസസ്സിൽ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. അഡിയാബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഐസെൻട്രോപിക് എക്സ്പാൻഷൻ തന്നെയാണ്. ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ എൻട്രോപ്പി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, ഐസെൻട്രോപിക് ആണ്. ദെൻ 4 to 5 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ ആണ്. ഡീസൽ സൈക്കിളിനെ പോലെയും ഓട്ടോ സൈക്കിളിനെ പോലെ തന്നെയാണ് ഹീറ്റ് റിജക്ഷൻ കോൺസ്റ്റന്റ് വോളിയമാണ്. ഓട്ടോ സൈക്കിളിൻ്റെയും ഡീസൽ സൈക്കിളിൻ്റെയും കോമ്പിനേഷനെയാണ്, രണ്ടിൻ്റെയും കൂടെ മിക്സിങ്ങിനെയാണ് നമുക്ക് ഡ്യുവൽ സൈക്കിൾ എന്ന് പറയാം. ഓക്കെ, നമുക്കറിയാം ഓട്ടോ സൈക്കിളിൽ ഹീറ്റ് അഡീഷൻ എന്താണ്? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സാണ്. ഡീസൽ സൈക്കിളിൽ ഹീറ്റ് അഡീഷൻ എങ്ങനെയാണ്? കോൺസ്റ്റന്റ് പ്രഷറിലാണ്. അപ്പോൾ രണ്ടിൻ്റെ കൂടെ കോമ്പിനേഷനാണ് നമ്മൾ ഡ്യുവൽ സൈക്കിൾ എന്ന് പറയുന്നത്. ആദ്യമേ കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് ആഡ് ചെയ്യുന്നു, പിന്നെ കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റ് ആഡ് ചെയ്യുന്നു, ദെൻ ഐസെൻട്രോപിക്കലി എക്സ്പാൻഷൻ നടക്കുന്നു, ദെൻ ഹീറ്റ് റിജക്ഷൻ കോൺസ്റ്റന്റ് വോളിയമാണ്, ദെൻ അഡിയാബാറ്റിക് കംപ്രഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡ്യുവൽ സൈക്കിളിൻ്റെ PV ഡയഗ്രത്തിലേക്ക്. PV ഡയഗ്രം 1 to 2 കോൺസ്റ്റന്റ് വോളിയം കോൺസ്റ്റന്റ് ആണ്. 2 to 3 എന്ന് പറയുമ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ഇത് രണ്ട് ഹീറ്റ് അഡീഷൻ പ്രോസസ്സാണ്. അപ്പോൾ 2 സ്റ്റെപ്പായിട്ടാണ് ഹീറ്റ് ആഡ് ചെയ്യുന്നത്. ദെൻ 3 to 4 എന്ന് പറഞ്ഞാൽ ഐസെൻട്രോപിക് അല്ലെങ്കിൽ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. 4 to 5 എന്ന് പറഞ്ഞാൽ അഗെയിൻ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ ആണ്. ദെൻ 5 to 1 എന്ന് പറയുന്നത് അഡിയാബാറ്റിക് കംപ്രഷൻ പ്രോസസ്സാണ്. ഇനി അതിൻ്റെ TS ഡയഗ്രം നോക്കാം. TS ഡയഗ്രത്തിൽ 1 to 2 വോളിയം കോൺസ്റ്റന്റ് ആണ്. 1 to 2 എന്ന് പറയുമ്പം വോളിയം കോൺസ്റ്റന്റ് ആണ്. അവിടെ വോളിയം കോൺസ്റ്റന്റ് വെച്ച് ഹീറ്റ് ആഡ് ചെയ്യുമ്പം ടെമ്പറേച്ചറും കൂടും, എൻട്രോപ്പിയും ഇൻക്രീസ് ചെയ്യും. ദെൻ അടുത്ത് 2 to 3 എന്ന് പറഞ്ഞ പ്രോസസ്സ് പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഹീറ്റ് അഡീഷൻ ആണ്. അവിടെയും എന്ത് സംഭവിക്കും? ഹീറ്റ് അഡീഷൻ തന്നെയാണ്, അതുകൊണ്ട് ടെമ്പറേച്ചറും കൂടും, എൻട്രോപ്പിയും കൂടും. 3 to 4 എന്ന് പറയുന്ന ഐസെൻട്രോപിക് ആണ്. എൻട്രോപ്പി അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ 4 to 5 എന്ന് പറയുന്നത് ഐസോകോറിക് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ ആണ്. അതുകൊണ്ട് 4 to 5 എൻട്രോപ്പി ഡിക്രീസ് ചെയ്യും. ഹീറ്റ് റിജക്ഷൻ ആയിട്ട് എൻട്രോപ്പി ഡിക്രീസ് ചെയ്യും, ടെമ്പറേച്ചറും ഡിക്രീസ് ചെയ്യും. ദെൻ 5 to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിയാബാറ്റിക് കംപ്രഷൻ. എൻട്രോപ്പി കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ കംപ്രസ് ചെയ്യണം. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, എൻട്രോപ്പിക്ക് ചേഞ്ചസ് ഒന്നും ഉണ്ടാകില്ല. ഇത്രയാണ് നമുക്ക് ഇനി ഡ്യുവൽ സൈക്കിളിലെ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് 2 പ്രോസസ്സിലാണ്. Q1 to 2വിലും Q1 to 2ഉം Q2 to 3 2 പ്രോസസ്സും കൂടെയാണ് നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുന്നത്.
Q1 to 2 എന്ന് പറയുന്നത് 1 to 2 എന്ന് പറഞ്ഞ പ്രോസസ് കോൺസ്റ്റന്റ് വോളിയം ആണ്. അതുകൊണ്ട് ഹീറ്റ് ആഡഡ് എന്ന് പറഞ്ഞാൽ MCB T2 മൈനസ് T1 ആണ്. 2 to 3 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണ്. അതുകൊണ്ട് MCP T3 മൈനസ് T4 ആണ് ഹീറ്റ് ആഡഡ്. രണ്ടിൻ്റെയുടെ സമ്മേഷൻ ആണ് ഹീറ്റ് സപ്ലൈഡ്. ഇനി നമ്മൾ ഓട്ടോ സൈക്കിളിലും ഡീസൽ സൈക്കിളിലും പറഞ്ഞതുപോലെ തന്നെ ഫോർ ആൻ ഐസെൻട്രോപിക് പ്രോസസ് 3 to 4 അവിടെ ഒരു T4/T3 ടെമ്പറേച്ചർ റേഷ്യോയും പ്രഷർ റേഷ്യോയും വോളിയം റേഷ്യോയും തമ്മിലുള്ള റിലേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ നമ്മൾ ഹീറ്റ് റിജക്റ്റഡ് കണ്ടുപിടിക്കുകയാണ്. ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്? 4 to 5 കോൺസ്റ്റന്റ് വോളിയമാണ്. ഓക്കെ, കോൺസ്റ്റന്റ് വോളിയത്തിലാണ് നമ്മൾ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത്. കോൺസ്റ്റന്റ് വോളിയത്തിൽ നമ്മൾ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നു. കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത് കൊണ്ട് കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് റിജക്റ്റ് ചെയ്യുമ്പം T4 മൈനസ് T5 MCV T4 മൈനസ് T5 ആയിരിക്കും നമുക്ക് റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ്. അതേപോലെ തന്നെ നമുക്ക് ഐസെൻട്രോപിക് പ്രോസസ്സിൽ സെയിം റിലേഷൻ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ള അതേ റിലേഷൻ തന്നെ നമുക്കിവിടെ പറയാം. ടെമ്പറേച്ചർ റേഷ്യോ 5 to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസെൻട്രോപിക് പ്രോസസ്സാണ്. അപ്പോൾ ഐസെൻട്രോപിക് പ്രോസസ്സിലെ ടെമ്പറേച്ചർ റേഷ്യോ ഇൻ ടേംസ് ഓഫ് പ്രഷർ റേഷ്യോ ആൻഡ് വോളിയം റേഷ്യോ നമുക്ക് ഡിഫൈൻ ചെയ്യാം.